ഒരു ട്രയാങ്കിൾ പ്രോസസ്സാണ്. ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ പഠന പ്രക്രിയ എന്ന് പറയുന്നത് തന്നെ ഒരു ട്രയാങ്കിൾ പ്രോസസ്സാണ്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ വരയ്ക്കും നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? എന്താണ്? 3 കോണോട് കൂടിയ ഒരു സ്ട്രക്ചറിനെയാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതിന്റെ ടോപ്പ് പാർട്ടിൽ ആര് നിൽക്കും? നമ്മുടെ സ്റ്റുഡൻസ് ഇരിക്കും. മക്കൾ ബഹളം ഉണ്ടാക്കാതിരുന്നാൽ മക്കൾക്ക് മിഠായി ബിസ്ക്കറ്റ് തന്നില്ലേ? അതുകൊണ്ട് ബഹളം ഉണ്ടാക്കാതെ ഞാൻ പറയുന്നത് കേട്ടിരിക്കണം കേട്ടോ. ദെൻ ഏറ്റവും ടോപ്പ് പാർട്ടിൽ അതിന്റെ സ്റ്റുഡന്റ് ആണ്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള. ആ കുട്ടികളെ നർച്ചർ ചെയ്യേണ്ടത് ആരാണ്? ഒരു സൈഡിൽ ടീച്ചേഴ്സ്, അടുത്ത സൈഡിൽ പാരന്റ്സ് ആണ്. ട്രയാങ്കിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു സ്ട്രക്ചറിലാണ് ട്രയാങ്കിൾ പറയുന്നത്. ഏറ്റവും ടോപ്പിലായിട്ട് വരുന്നത് കുട്ടികളാണ്, ഒരു സൈഡിൽ വരുന്നത് ടീച്ചേഴ്സ് ആണ്, അടുത്ത സൈഡിൽ വരുന്നത് പാരന്റ്സ് ആണ്. അപ്പൊ ഈ പാരന്റ്സിന്റെ ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത് ഈക്വൽ റോളാണ്. 2 പേർക്ക് ഈക്വൽ റോളാണ്. ടീച്ചേഴ്സ് മാക്സിമം കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടും. എത്ര മണിക്കൂറാണ് ടീച്ചേഴ്സിന് കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞ് കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ കുട്ടികളെ പാരന്റ്സ് ശ്രദ്ധിച്ചാൽ മാത്രമേ അവരെ മാക്സിമം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയൂ. ഇപ്പൊ നമ്മുടെ സ്കൂൾ വളരെ ചെറിയ സ്കൂളാണ്. നമ്മുടെ സ്കൂളിനടുത്ത് വേറെ കടകളും കാര്യങ്ങളും ഒന്നുമില്ല. വേറെയുള്ള ഇപ്പൊ നമ്മുടെ സൊസൈറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഡിക്ഷൻസും നമുക്കില്ല, ഇല്ലേ? ലഹരി എന്ന് പറയുന്നത് ഡ്രഗ്സിന്റെ ഒരു അഡീഷൻ നമുക്കില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾക്കുള്ള വേറെ അഡീഷൻ ഉണ്ട്, സോഷ്യൽ മീഡിയ അഡീഷൻ, ഇല്ലേ? എല്ലാ കുട്ടികളും വീട്ടിൽ വന്നാൽ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഇല്ലേ? നമ്മളിപ്പോ ഈ കഴിഞ്ഞ 2 മാസം നമ്മളിവിടെ സമ്മർ വെക്കേഷൻ ക്ലാസ് നടത്തി. ഒരു ഫൗണ്ടേഷൻ കോഴ്സായിട്ടാണ് നടത്തിയത്. അതിന്റെ ഉദ്ഘാടനം നമ്മുടെ പ്രിയപ്പെട്ട വിനോദിനി മേഡം ആയിരുന്നു. ദെൻ അവിടെ നമ്മൾ ചെയ്തത് ഒരു ബ്രിഡ്ജിങ് കോഴ്സായിട്ടാണ് ചെയ്തത്. ഒരു പാക്കേജ് ആയിട്ടാണ് ചെയ്തത്. അവിടെ കുട്ടികൾ പാട്ടുപാടി, ഡാൻസ് കളിച്ച്, അബാക്കസ് പഠിച്ചു, കരാട്ടെ പഠിച്ചു, തൈക്കോണ്ട പഠിച്ചു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടികൾ പഠിച്ചു. കുട്ടികൾ പഠിച്ചതിലൂടെ ആ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അവരുടെ സ്ക്രീൻ ടൈം നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞു, ഇല്ലേ? അവർ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ഇരുന്ന മക്കളെയൊക്കെ നമുക്ക് കുറെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പൊ നമ്മുടെ അഡ്മിഷൻ നടത്തിയ മിക്ക പാരന്റ്സ് നമ്മളോട് പറഞ്ഞു, ഞങ്ങളിത് അറിഞ്ഞില്ല ഇവിടെ സമ്മർ വെക്കേഷൻ ക്ലാസ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ മക്കളെയും കൂടി നമുക്ക് കിട്ടിയാനായിരുന്നു. പക്ഷേ പാരന്റ്സും ടീച്ചേഴ്സും എല്ലാവരും കൂടി ശ്രമിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തെ ഒരു വഴി വിജയമാക്കി മാറ്റാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നുള്ളത് നിങ്ങളോടുള്ള ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ സ്കൂള് പുറം ലോകം അറിയുള്ളൂ. നിങ്ങൾക്കറിയാം, നിങ്ങൾ പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോഴേക്കും പല സ്കൂളിന്റെ ബോർഡുകൾ നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. നമ്മുടെ ബോർഡ് മാത്രം നമ്മൾ ഒരു സ്ഥലത്തും കാണുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ടൈമിൽ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ ഫ്ലെക്സ് ചെയ്യുന്നതാണ്. നമ്മളൊരു 45ഓളം ഫ്ലെക്സ് ചെയ്തിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും കുറേ ഫ്ലെക്സ്, നമ്മളൊരു 10-25ഓളം ഫ്ലെക്സ് നമ്മൾ ചെയ്തതാണ്. പിറ്റേന്ന് പോയി നോക്കിയപ്പോൾ നമ്മുടെ ഫ്ലെക്സ് ഒന്നും അവിടെ ഇല്ല. പിന്നെ എന്തിനാ നമ്മൾ ചെയ്യുന്നതെന്ന് കരുതി ആ ഫ്ലെക്സ് കംപ്ലീറ്റ് നമ്മൾ വേറൊരു സ്കൂളായിരുന്നു ഫസ്റ്റ് നടത്തിയിരുന്ന ആ സ്കൂളിൽ നമ്മൾ കംപ്ലീറ്റ് അവിടെ ഒരു വലിയൊരു കാർ പോർച്ചിനെ മറച്ചിട്ടാണ് നമ്മൾ അവിടെ ഒരു സ്കൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ വിനോദിനി മേഡം, നമ്മുടെ ആശംസ പറയാൻ നമുക്ക് എത്തിയത് നമ്മുടെ ഗംഗാധരൻ സാറുമാണ്. 2 പേരുടെയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രസൻസ് ആണ് നമുക്ക് ഇന്നും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു സ്കൂള് അപ്പുറത്ത് ഒരുപാട് വാടക കൊടുത്ത് നമ്മൾ അവിടെ ചെയ്ത ഒരു സ്കൂളിനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ബിൽഡിംഗ് നമ്മൾ വാങ്ങിയിട്ട് ഇവിടെ നമ്മൾ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ റെഡിയാക്കിയത്. അതിനോടൊപ്പം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. ഒപ്പം നമുക്ക് നമ്മുടെ വിജയം തന്നെ സൂചിപ്പിക്കുന്നത് നമ്മൾ പുതിയൊരു ബിൽഡിങ്ങിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ചെറിയൊരു ബിൽഡിംഗ് ആണെങ്കിലും നമുക്ക് അതിനേക്കാളും വലിയൊരു ബിൽഡിങ്ങിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം സർവശക്തൻ നൽകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കും. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം മഴയായി, നല്ല ഒരു മഴയുണ്ടായിരുന്നു. അതൊരു ഐശ്വര്യത്തിന്റെ അല്ലേ ടൈമാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ രാമേന്ദ്ര സാറ് വളരെ ലേറ്റായിട്ടാണ് വന്നത്, എങ്കിലും വളരെ സന്തോഷം സാർ. പിന്നെ ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ഷണം ഇവിടെ സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന, എൻ്റെ ക്ഷണം സ്വീകരിച്ചല്ല, അല്ലാതെ തന്നെ മാനേജിങ് ഡയറക്ടറായ നമ്മുടെ ശ്രീ നസീർ മുഹമ്മദ് സാർ, നമ്മുടെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നിർവഹിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ നമ്മുടെ ഈ വേദിയിലേക്ക്, എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്, എല്ലാവർക്കും അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പം ഗായകനാണ്, സൗണ്ട് എഞ്ചിനീയർ ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഗൾഫിലായിരുന്നു, ഇപ്പം കുറച്ച് നാളുണ്ട് നാട്ടിലുണ്ട്. അദ്ദേഹം ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ തന്നെയാണ്. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന, നമ്മുടെ ആനുവൽ ഡേ ഒക്കെ വന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആനുവൽ ഡേക്കൊക്കെ എല്ലാം ഓൾ ഇൻ ഓൾ ഹസ്ബൻഡാണ്. ദെൻ നമ്മുടെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ നസീർ മുഹമ്മദ് സാറിനെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ബഹുമാനത്തോടു കൂടി തന്നെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുന്നത്.
നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ വാർഡ് കൗൺസിലർ കൂടിയായ മിസ്സസ് വിനോദിനി മാഡമാണ്. വിനോദിനി മാഡം നമ്മുടെ എന്ത് ആവശ്യങ്ങൾക്ക് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയും. നമ്മുടെ സമ്മർ വെക്കേഷൻ ക്ലാസ്സിൻ്റെ ഉദ്ഘാടനവും നമ്മുടെ സ്റ്റാർട്ടിങ് എല്ലാ വർഷത്തെയും ഓപ്പണിംഗ് സെറമണിക്ക് നമ്മുടെ ആനുവൽ ഡേ പ്രോഗ്രാമിനെല്ലാം നമ്മുടെ ഒപ്പം നിന്ന് നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഒരു കൂട്ടായി നിൽക്കുന്ന വിനോദിനി മാഡത്തിനെ ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് കീനോട്ട് അഡ്രസ്സ് നിർവഹിക്കാൻ വരാൻ നിന്നേറ്റിരുന്ന നിങ്ങൾക്ക് പലർക്കും അറിയാം, നമ്മുടെ ആനുവൽ ഡേക്കൊക്കെ മെയിൻ ഗസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ പ്രൊഫസർ ജാക്കബ് മാത്യു സാറാണ്. സാറ് എൻ്റെ ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പലാണ്, ഫോർമർ പ്രിൻസിപ്പലാണ്. സാറ് ഇന്ന് വരാൻ കഴിയാത്തത് മഴ കാരണം ആണ്. സാറിന് ഇന്ന് കോൾഡ് ഉണ്ട് എന്ന് സാർ പറഞ്ഞായിരുന്നു. അപ്പം സാറ് വന്നില്ല എങ്കിലും സാറിനെ ഒരുപാട് നമുക്ക് ഓർക്കേണ്ട ഒരുപാട് നമുക്ക് നല്ല കാര്യങ്ങൾ എൻ്റെ ഏറ്റവും വലിയൊരു മെൻറ്റർ മോട്ടിവേറ്റർ ഒക്കെയാണ് സാർ. അതുപോലെ നമ്മുടെ ക്ഷണം ഇന്ന് രാവിലെ ഞാൻ കുറച്ച് മുന്നെയാണ് പോയത്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഇവിടെ ഇങ്ങനെ ഓടുന്നത്. നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ പോലെ നമുക്ക് വിളിക്കാൻ നേരത്തെ കഴിഞ്ഞില്ല, അത്രയും നമ്മൾ തിരക്കിലായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ പോയിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഗംഗാധരൻ സാറിനെ ക്ഷണിച്ചു. സാറ് നമ്മുടെ ഫസ്റ്റ് ഓപ്പണിംഗ് സെറമണിക്കും സാറ് ഗസ്റ്റായിരുന്നു. അപ്പോൾ സാറിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാറ് വീട്ടിൽ നല്ല എൻഗേജ്ഡ് ആയിരുന്നു. എന്നിട്ട് ഞാൻ പോയി വിളിച്ച ഉടനെ തന്നെ സാറിന് ഇവിടെ വരാൻ കഴിഞ്ഞു. സാറിൻ്റെ സന്മനസ്സിനും നന്ദി. സാറിൻ്റെ എത്തിയതിന് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു മോട്ടിവേറ്ററാണ് എൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ശ്രീ രാമചന്ദ്രൻ സാർ. രാമചന്ദ്രൻ സാറാണ് നമുക്ക് ഈ വീട് പോലും എടുത്തു തന്നത്. നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നമ്മൾ സ്കൂളിൽ നടത്തി നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് സാർ ഈ ഒരു ഇൻട്രസ്റ്റ് കണ്ടുകൊണ്ട് എൻ്റെ ഈ ഒരു കരിയറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനോടുള്ള എൻ്റെ ഒരു സിൻസിയാരിറ്റി കണ്ട് സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് സാറിന് എന്നെ വളർത്തിയെടുക്കണം, വലിയൊരു ആളാക്കി മാറ്റണം, വലിയൊരു സ്കൂൾ ഇവിടെ വരണമെന്നൊക്കെ ഈ നെടുമങ്ങാട് ഏരിയയിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ ഒരു വ്യക്തിയാണ് നമ്മുടെ ശ്രീ രാമചന്ദ്രൻ സാർ. രാമേന്ദ്രൻ സാറിനെ നമ്മുടെ ഈ വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡൻ്റ് ആണ് മിസ് രഞ്ജിനി. രഞ്ജിനി ഇപ്പം ജാമ്യ ട്രെയിനിങ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞാൻ B.Ed പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. രഞ്ജിനെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എൻ്റെ ഏറ്റവും സ്നേഹമുള്ള സഹോദരൻ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, എല്ലാവരും ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരുപാട് റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഉള്ള ഒരുപാട് റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് ക്യാച്ച് ചെയ്യുന്നു, ഉടനെ ഒരു വീഡിയോ ആക്കുന്നു, ഉടനെ തന്നെ FB-യിൽ പോസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് ഫോളോവേഴ്സുള്ള ഒരുപാട് കഴിവുകളുള്ള ഗൾഫിലായിരുന്നു, ഇപ്പം നാട്ടിൽ വീണ്ടും സെറ്റിൽ ആയിട്ടുണ്ട്. ഹിദായത്ത് കോളേജിൽ പഠിച്ചതാണ്, അഡ്വക്കേറ്റ് ആണ്. LLB പഠിച്ചത് ലോ അക്കാഡമിയിലാണ്. LLB പഠിക്കാൻ പോയിട്ടാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് നടന്നതുകൊണ്ട് LLB കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. വേറെ ആരും പറയാത്തൊരു കാര്യമാണ്. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. എല്ലാവരും LLB അഡ്വക്കേറ്റ് ആണെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ക്രെഡിറ്റിൽ നിൽക്കൂലേ? സാധാരണ ഇല്ലേ 10ാം ക്ലാസ് ജയിച്ച് തോറ്റൊരാൾ നമ്മൾ 10ാം ക്ലാസ് ജയിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രെഡിറ്റിൽ ഇരിക്കുമല്ലേ? അതുപോലെയല്ല നമ്മുടെ ഹിദായത്ത് നിന്ന് തെളിയിച്ചിരിക്കുകയാണ്. വളരെ ഫ്രാങ്ക് ആയിട്ട് തന്നെ ഇടപെടുന്ന വളരെ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് നമ്മുടെ ഹിദായത്ത്. നമ്മുടെ ആനുവൽ ഡേയുടെ പ്രോഗ്രാം എല്ലാം ഭയങ്കര ഗംഭീരമാക്കിയ നമ്മുടെ ഹിദായത്താണ് നമ്മുടെ നാളത്തെ പ്രത്യേകത. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, June 5 എന്ന് പറയുന്നത് വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ് ഇല്ലേ? നാളെ നമുക്ക് ഇനി ഒരു ചീഫ് ഗസ്റ്റിനെയൊക്കെ വിളിച്ചൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണതിനേക്കാളും നല്ലത് ഇന്ന് അതിൻ്റെ ഒരു മെസ്സേജും കൂടി തന്ന് വിടാമെന്നുള്ളൊരു പ്ലാനുണ്ട്. അത് മാത്രമല്ല അതോടനുബന്ധിച്ച് തന്നെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് വർക്കെല്ലാം ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മെസ്സേജ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ കർമ്മസേനയുടെയൊക്കെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് വെറും 60 രൂപ കൊടുത്ത് സാധനം പ്ലാസ്റ്റിക് മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ മിക്ക വീടുകളിലും അതിട്ട് കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആ വേസ്റ്റിനെ എടുത്ത് കളയാനും ശ്രമിക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു ചെറിയൊരു തരി പോലും തറയിൽ വീഴാതെ മണ്ണിൽ പോകാതെ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മുടെ സോയിലിനെ, നമ്മുടെ എൻവയോൺമെന്റിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലേ? നമ്മുടെ ഈ സ്കൂളിൽ പ്രത്യേകിച്ച് നമ്മളൊരു പ്ലാസ്റ്റിക് ഫ്രീ ഏരിയ ആക്കി നമ്മൾ മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു പാരൻസും ഒരു പ്ലാസ്റ്റിക്കും നിങ്ങൾ കൊടുത്തുവിടരുത്. എല്ലാ മക്കളുടെയും ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും പ്ലാസ്റ്റിക് അല്ലാത്ത സ്റ്റീൽ ബോട്ടിൽ തന്നെ ആയിരിക്കണം. സ്റ്റീലിലുള്ള ടിഫിൻ കരിയർ തന്നെ നിങ്ങൾ കൊടുത്തുവിടുക. ബോട്ടിലുകൾ എല്ലാവരും
സ്റ്റീലിലുള്ളത് തന്നെ നിങ്ങൾ കൊടുത്തുവിടുക. ഈ സ്കൂള് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ഫ്രീ ഏരിയ ആക്കി മാറ്റാൻ പോവുകയാണ്. നാളത്തെ മെസ്സേജിനോടൊപ്പം തന്നെ ഞാൻ പത്രത്തിൽ കൊടുക്കുന്ന ഒരു മെസ്സേജ് അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ പാരൻസും ഞങ്ങളോട് സഹകരിക്കുക. അതിൻ്റെ ഒരു മെസ്സേജ് ഇന്ന് നമുക്ക് നൽകുന്നത് ഹിദായത്താണ്. ദെൻ ഒപ്പം ഞാൻ വേറൊരു വർക്കും കൂടി ഞാൻ പറഞ്ഞത്, ആ സോളിഡ് വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റ് നമ്മൾ കളയുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ എങ്ങനെ യൂസ്ഫുൾ ആക്കി മാറ്റാം, അതിനെ ഒരു ആർട്ടാക്കി മാറ്റുക. വേസ്റ്റ് ടു ആർട്ട്, അങ്ങനെ നമുക്കൊരു പ്രോഗ്രാം നമുക്ക് നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സിബിഷനും കൂടി നടത്തണം. അപ്പൊ അതിന് നിങ്ങൾക്ക് 2-3 ദിവസം ഞാൻ നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം എൻ്റെ ഏറ്റവും പ്രിയങ്കരായ എൻ്റെ ടീച്ചേഴ്സിനെ, എൻ്റെ കൂടെ എൻ്റെ കൊളീഗ്സിനെ, ടീച്ചേഴ്സ് എന്ന് പറയുന്നില്ല, എൻ്റെ കൊളീഗ്സിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ 10ാം ക്ലാസ് ഒരുമിച്ച് പഠിച്ചതാണ്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഈ കാര്യം അറിഞ്ഞുകൊണ്ട് ഓടിയെത്തിയ മിസ്സസ് ജുനൈദായി ഞാൻ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ലാസ്റ്റ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പിഞ്ചോമന മക്കളെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. ഈ പ്രോഗ്രാം ഒരു വൻ വിജയമാക്കുവാൻ നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ. സ്നേഹം കൊണ്ട് കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ജീവിതത്തിൽ ഇതുവരെ ഈ ഫേസ്ബുക്കിൽ എന്നെ കൊണ്ട് ഒരാൾ പോലും ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടന്റ് റൈറ്ററാണ്. നിങ്ങൾ കാണുന്ന പല വീഡിയോയുടെയും കണ്ടന്റ് എഴുതുന്നത് ഞാനാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ സാമൂഹിക പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്നെ കണ്ടന്റ് എഴുതുന്നത്, അല്ലാതെ ഞാൻ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഞാൻ 6 മാസം ചെയ്ത ഒരു കോഴ്സാണ്. അതിനെയാണ് ഡാം എന്ന് പറയുന്നത്. ഡിപ്ലോമ ഇൻ അഡ്വർടൈസ്മെന്റ് മാനേജ്മെന്റ് എന്നാണ് പേര്. എനിക്കത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ എന്താവണം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ തെറ്റി അവരെങ്ങനെയാവണം എന്നുള്ളത് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ലോക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും പഠിപ്പിക്കാതെ ഈ പുസ്തകത്തിനകത്തുള്ളത് മുഴുവൻ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർ ജീവിതത്തിൽ നമ്മളില്ലാത്ത കാലഘട്ടത്തിൽ അവർ ജയിച്ചു പോയില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, സ്കൂളുകളിൽ പിൻബെഞ്ചിലിരുന്നവരും 10ാം ക്ലാസ്സിലും പ്രീ ഡിഗ്രിക്കും ഒക്കെ നല്ല ലെവലിൽ തോറ്റുപോയിട്ടുള്ള ആൾക്കാരാണ് പിന്നീട് നമ്മളെ ഭരിക്കുന്നവരായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ അവര് ആ ലെവലിലേക്ക് എത്തിയത് എന്ന് പറയുന്നത് അവരുടെ പൊതുവായിട്ടുള്ള മെച്ചാണ്. ഞാൻ ഇനി സംസാരിക്കുമ്പോൾ വേണ്ടിയിട്ട് വരാം. നസീർക്കായാണ് റെസിഡൻഷ്യൽ അഡ്രസ് എന്ന് പറയുന്നത്. ഞാൻ ദുബൈയിലൊക്കെ ചെന്നിട്ട് അമ്പരചുംബികളായിട്ടുള്ള ഈ റേഡിയോ ജോക്കീസ് ഉണ്ട്, റേഡിയോ ചാനൽസ്, അതിനകത്ത് ചെന്ന് ഞാനും എന്നെ പോലുള്ള ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുള്ളവരും ഒക്കെ ഇങ്ങനെ മലന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ അമ്പലചുംബികളായിട്ടുള്ള റേഡിയോ സ്റ്റേഷനുകളിൽ ജോക്കി ആയിട്ട് കറങ്ങുന്ന കസേരയിൽ ശീതീകരിച്ച മുറിയിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ് നസീറിക്ക. അതുകൊണ്ട് തന്നെ ഒരു ഗുരുതുല്യനായിട്ടുള്ള നസീറിക്കയാണ് ഇതിനകത്ത് പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വരുന്നത്. ഇക്ക രണ്ടോ നല്ലൊരു സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു ദിവസമാണ്. കുറച്ച് വൈകിയാണ് നമ്മൾ തുടങ്ങിയത്, എങ്കിലും നല്ല രീതിയിൽ തന്നെ തുടങ്ങാൻ കഴിഞ്ഞു. ഒരുപാട് പരിമിതികളിലൂടെയാണ് നമ്മൾ കടന്നു വന്നതെങ്കിലും ഇപ്പോൾ പുതിയൊരു മാറ്റം നമ്മളിലേക്ക് എത്തുകയാണ്. ആദ്യമായി എല്ലാവർക്കും നമസ്കാരം പറയുന്നു. കുറച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ ഓട്ടത്തിനിടയിൽ പറ്റിയ ദോഷവും പനിയൊക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തിരക്കിട്ട പരിപാടികൾക്കിടയിൽ ഇവിടെ എത്തിയ കൗൺസിലർ വിനോദിനി മാം, അതുപോലെ രാജൻ സാറ്, നമ്മുടെ എപ്പോഴും അഭ്യുദയകാംക്ഷിയായ രാമേന്ദ്രൻ സാറ്, അതുപോലെ ഒപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഹിദായത്ത്, അതുപോലെ ക്ഷണം സ്വീകരിച്ചും അല്ലാതെയും എത്തിയിട്ടുള്ള മറ്റുള്ളവർ, പ്രിയപ്പെട്ട പാരൻസ്, നമ്മുടെ മാതാപിതാക്കൾ, ഒപ്പം നമ്മുടെ കുഞ്ഞു മക്കൾ, അവരൊക്കെ എല്ലാവർക്കും ഈ പ്രവേശന ദിവസത്തിൽ ഒരു നല്ല ആശംസ, മനസ്സ് നിറഞ്ഞ ആശംസ അർപ്പിക്കുകയാണ്. ഒപ്പം ഇക്കാലയളവിൽ, ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ നമ്മുടെ കൂടെ, ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. കാരണം ഇതിന്റെ വളർച്ച, സ്കൂളിന്റെ വളർച്ചയ്ക്ക് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ അതിന് നിങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഒരുപാട് ഫെസിലിറ്റികളുള്ള ഒക്കെയുള്ള വലിയ സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും റോയൽ ചിൽഡ്രൻസ് അക്കാദമിയിൽ വിശ്വാസമർപ്പിച്ച് നമ്മുടെ കുട്ടികളെ ഇവിടെ ഏൽപ്പിച്ച
അതിൻ്റെതായിട്ടുള്ള ഒരു മികവ് കൊണ്ട് അല്ലെങ്കിൽ പഠനത്തിൻ്റെയോ അല്ലെങ്കിൽ ജീവിത നിലവാരത്തിൻ്റെയോ അല്ലെങ്കിൽ സാമൂഹിക ചുറ്റുപാടിൻ്റെയോ ഒക്കെ ഒപ്പം നിന്ന് അവരെ വളരുവാൻ അവർക്ക് കഴിയും, അവർക്ക് സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഇവിടെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി എപ്പോഴും ഉണ്ടാകും. ഒപ്പം തന്നെ സാമ്പത്തികമായും ഒക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുപാടുകൾക്കൊക്കെ അനുസരിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഒപ്പം ഇനിയും നിങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് പരസ്യങ്ങൾ പറഞ്ഞല്ലോ, പരസ്യങ്ങളൊന്നും ഒരുപാടൊന്നുമില്ല. ഔപചാരികമായി തന്നെ നിങ്ങളോട് പറയുകയാണ്, ഔപചാരികത ഇല്ലാതെയും പറയാം, പരസ്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളാണ് ഞങ്ങളുടെ പരസ്യം. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് വളരുന്നത്, അവരുടെ ജീവിത നിലപാടുകൾ അല്ലെങ്കിൽ ജീവിത ചുറ്റുപാടുകൾ, വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ, അവരുടെ അഡ്വാൻസ് അല്ലെങ്കിൽ പ്രോഗ്രസ് ഒക്കെ കണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് പറയുകയും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കും അല്ലെങ്കിൽ സഹകരിക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കലും കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ മക്കൾക്കും, കുഞ്ഞുമക്കൾക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ജീവിത നിലവാരവും അല്ലെങ്കിൽ വിദ്യാഭ്യാസ നിലവാരവും ഒക്കെ ഉത്തരോത്തരം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ, പ്രവേശന ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഈ മംഗളങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.